ഗത്സമനയിൽ പിടിക്കപ്പെട്ട് ഗബതയുടെ കൽത്തളത്തിൽ തകർക്കപ്പെട്ട് ഗോൽഗോത്തയിൽ തറയ്ക്കപ്പെട്ട് ആറടി കുഴിമാടത്തിൽ അഥവാ അരിമത്തിക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലിനാൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു എന്ന് മാത്രമല്ല, ആ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്ന പ്രിയരെ, മരണത്തിനപ്പുറം എന്തെന്ന് ചോദിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ നിത്യത എവിടെയെന്ന് ചോദിക്കുമ്പോൾ, 3 സഹോദരിമാർ കല്ലറയ്ക്കിലേക്ക് കടന്നു പോകുക. എന്തിനാ? യേശുവിനെ കാണാൻ, സുഗന്ധവർഗം പൂശാൻ. പക്ഷേ അവിടെ കാണുന്ന കാഴ്ച ഇതാ, കല്ലറ മലർക്ക് തുറന്നിരിക്കുന്നു. കാലവണ്ടി ചക്രത്തോളം വലിപ്പമുള്ള കല്ല് അത് ഉരുണ്ടു മാറിയിരിക്കുന്നത് കാണുന്നു. അപ്പോൾ തന്നെ ദൂതൻ വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്, മരിച്ച അല്ലെങ്കിൽ ഈ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തിൽ നിന്ന്? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് പ്രിയരെ, മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ ഒറ്റവാക്കിൽ വിളിച്ചു പറയാം, മരണത്തിനപ്പുറം 2 വഴികളേ ഉള്ളൂ. ഒന്ന് നിത്യമായ സ്വർഗം, മറ്റൊന്ന് നിത്യമായ നരകം. മരണത്തിനപ്പുറമായിട്ട് നിത്യമായ ഒരു ജീവിതമുണ്ടെങ്കിൽ, ഉലകത്തിൽ നൽകിക്കൊടുക്കാൻ കരുത്തുള്ള കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നാം പ്രസംഗിക്കുന്ന നമ്മുടെ ആത്മനാഥനായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, നമ്മുടെ നിത്യജീവനായിരിക്കുന്ന സാക്ഷാൽ യേശുവല്ലാതെ മറ്റൊരുവനില്ല. അതാണ് വചനം വിളിച്ചു പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ജീവിച്ച സകല മനുഷ്യരും ന്യായവിധിയുണ്ട്, എന്നാൽ ചെയ്തതിനൊക്കെയും തക്കതായ പ്രതിഫലമുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും പറയാം, മരണത്തിനപ്പുറമായിട്ട് നിത്യമായൊരു സ്വർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മറ്റൊരു മാർഗവുമില്ല. അത് യേശുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാൽവറിയിൽ യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തറയ്ക്കുമ്പോൾ, അവസാനത്തുള്ളി രക്തം വരെയും വാർന്നൊഴുകുമ്പോൾ, പ്രിയരെ, അതാർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതെൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ മദ്യപാനത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ രോഗബന്ധനത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്നെ തകർക്കുന്ന പൈശാചിക ശക്തികൾ നിന്നെ പുറത്തു കൊണ്ടുവരാനാ യേശു കാൽവറിയിൽ യാഗമായത്. തീർന്നില്ല. മരണത്തിനപ്പുറമായി, മരണത്തിൻ്റെ നനുത്തകര നമ്മളെ കടന്നു പിടിക്കുന്നതിന് മുൻപ് നിത്യജീവിതത്തിലേക്കുള്ള ഏക മാർഗം ഏതെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. മരണത്തിനപ്പുറം 2 വഴികൾ ഞാൻ പറഞ്ഞു. ഒന്ന് നിത്യമായ നരകമാ, 2 നിത്യമായ സ്വർഗമാ. സ്വർഗത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് യേശുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗമില്ല.